ഉന്മേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷ സമയത്ത് വലിയ ഒരു ദൈവാഭിഷേകം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നിറയാൻ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിൽ അനേക പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ടല്ലോ, അവ മനസ്സിലോർത്തെ. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും മനസ്സിലോർക്കുക. ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് അവയെല്ലാം ഞങ്ങൾ സ്വർഗത്തിലേക്ക് ദൈവം ഉയർത്തുകയാണ്. നമ്മൾ ഉയർത്തിയ ഈ കൈകൾ ശൂന്യമാണ്. കണ്ണടച്ചോളൂ. നിങ്ങളുടെ വീട്, നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ ഇടവക, നിങ്ങളുടെ ഇടവക വികാരിയച്ഛൻ, അവിടെ ശുശ്രൂഷയിൽ സഹായിക്കുന്ന സിസ്റ്റേഴ്സ്, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്തിരിക്കുന്ന അനേക തരത്തിലുള്ള ദൗത്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ കർത്താവ് ഇടപെടേണ്ട മേഖലകൾ എല്ലാം നമുക്ക് ഈ സമയം ഓർക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, ഒരു പുതിയ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ വീശണമേ. ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിനോടാണ് നമ്മുടെ പ്രാർത്ഥന. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 തിരുവചനം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, അന്ധകാര നിബിഡമായിരുന്നു. അവയ്ക്ക് മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചിറകടിച്ച് പറന്നുയർന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതുപോലെ രൂപരഹിതമായിരിക്കും, ശൂന്യമായിരിക്കും, അന്ധകാരമായിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവയ്ക്ക് രൂപം ലഭിക്കും, അവയ്ക്ക് നിറവ് ലഭിക്കും, അവയ്ക്ക് വെളിവും പ്രകാശവും ലഭിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനകളുടെ യോഗ്യതകളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്ത് എവിടെയെല്ലാം ഈ സമയത്ത് സ്തുതികളും പ്രാർത്ഥനകളും ഉയരുന്നുണ്ടോ, ആ ദൈവജനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഏതെല്ലാം ധ്യാന കേന്ദ്രങ്ങളിൽ, കൺവെൻഷൻ സ്ഥലങ്ങളിൽ, മധ്യസ്ഥ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ വചന ശുശ്രൂഷ നടത്തപ്പെടുന്നുണ്ടോ, ആ ദൈവജനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിനക്കറിയാവുന്നതുപോലെ ഒരല്പസമയം സ്തുതിക്കുക. ഇവിടെയുള്ളവരും ഓൺലൈനിലൊക്കെ ഉള്ളവർ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം അത്ഭുതകരമായ കൃപകൾ ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടും. നിന്റെ ദുഃഖത്തിൽ കർത്താവ് ഇടപെടും. ഒരു പുതിയ അഭിഷേകം കർത്താവ് ചൊരിയും. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പോരാ 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 പോരാ. നാവിന്റെ കെട്ടുകൾ കർത്താവ് അഴിക്കട്ടെ. ഹൃദയത്തിന്റെ ഭാരങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് നൽകട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് നൽകട്ടെ. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. The mighty power, the mighty power, the mighty anointing സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയുടെ മേൽ സംഭവിക്കട്ടെ. അഭിഷേകത്തിന്റെ കൃപ വെളിപ്പെടുകയാണ്. കൈകളടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ, ശക്തിയോടെ. കണ്ണുകളടച്ചു കൈയടിച്ചോ. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു അഭിഷേകം വെളിപ്പെടട്ടെ. കരങ്ങളടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ചലനം സംഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ചലിപ്പിക്കുകയാണ്. യെസ്, അന്ധകാരമായവയ്ക്ക് മുകളിൽ പ്രകാശം നിറയും. വിശ്വസിച്ച് കൈയടിച്ചോ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. ഒരു പുതിയ അഭിഷേകം ചൊരിയും. ആമേൻ. യെസ്. ആമേൻ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. വിളിച്ചേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പോരാ, ചേർന്ന്. എന്നിൽ
കവിഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കവിഞ്ഞൊഴുകണമേ. ചേർന്ന് ചേർന്ന് നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ആമേൻ. ഭൂമിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഭൂമിയൊരു ശക്തിയിലുണരാ കൃപ നീ കൃപമീ ചൊരിയണമേ. പഠിക്കേ. പരിശുദ്ധാത്മാവേ, കൃപ നീ ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഒഴുകണമേ. പഠിക്കേ. എന്നിൽ നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയും വിളിക്കുന്നു, ഉള്ളൊരുകി വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ഇടപെടട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് ചൊരിയട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ. രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമിഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുശ്രൂഷ സമയം പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെ ഓരോരുത്തരെയും അത്ഭുതകരമായി അഭിഷേകത്തിൽ നയിക്കുന്ന ശുശ്രൂഷയാണ്. ഇത് വിശ്വസിക്കണം. നമ്മുടെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും എന്നിൽ കർത്താവ് ഇടപെടുന്ന ശുശ്രൂഷ, എൻ്റെ ശരീരത്തിൽ കർത്താവ് ഇടപെടുന്ന ശുശ്രൂഷ, എൻ്റെ മനസ്സിലെ ചിന്തകളിലും വികാര വിചാരങ്ങളിലും ഇടപെടുന്ന ശുശ്രൂഷ, എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് എന്നെ പഠിപ്പിക്കുന്ന ശുശ്രൂഷ. ഓരോ വ്യക്തിയും അത് വിശ്വസിക്കുക. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുന്ന ദൈവമേ, ഇത് വെറുതെ സമയം കളയാനുള്ളതല്ല, വേറെ പണിയില്ലാഞ്ഞിട്ടല്ല, മറിച്ച് എൻ്റെ ദൈവം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരുക്കിയൊരു ശുശ്രൂഷ സമയമാണ്. കർത്താവെ, ഞാനത് വിശ്വസിച്ചത് ഏറ്റെടുക്കുന്നു. കർത്താവെ, എന്നിലത് സംഭവിക്കട്ടെ. കർത്താവെ, എന്നിലത് സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് തന്നെ കർത്താവെ, എന്നിലത് സംഭവിക്കട്ടെ. വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി നിന്നിൽ ഇടപെടും. എഫേസോസ് ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനം പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും ശിരസ് മുതൽ ഉള്ളംകാൽ വരെ വെളിപ്പെടട്ടെ. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. വിശ്വസിക്കുക. കർത്താവെ, ഇത് ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. ഞാൻ ചെയ്യാൻ വേണ്ടി എൻ്റെ ദൈവം മുൻകൂട്ടി തയ്യാറാക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. കർത്താവെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്നെക്കുറിച്ച് സ്വപ്നങ്ങളും പ്രതീക്ഷകളും പദ്ധതികളുമുള്ള എൻ്റെ ദൈവമേ, ഇന്നത്തെ എൻ്റെ ജീവിത അവസ്ഥയിൽ ഞാൻ ഈ വചനം ഏറ്റെടുക്കുന്നു. ഒരുപക്ഷെ സ്വപ്നങ്ങൾ ചെതറിക്കപ്പെട്ടവരും തകർക്കപ്പെട്ടവരും നഷ്ടബോധത്തിൽ വിഷമിക്കുന്നവരുണ്ട്. ഇനി എന്താണ് എൻ്റെ ജീവിതമെന്ന് ആലോചിക്കുന്നവരുണ്ട്. വിചാരിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നവരുണ്ട്. എന്നാൽ എഫേസോസ് ലേഖനം 2:10 നിന്നോട് പറയുന്നു, നീ ദൈവത്തിൻ്റെ കരവേലയാണ്. നീ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ് നീ.
കർത്താവ്, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു. നെറ്റിയിൽ കുരിശടയാളം വരച്ച് ഈ വചനം എഫേസുസ് ലേഖനം 2:10 എന്നിൽ സംഭവിക്കപ്പെടട്ടെ. വിശ്വസിക്കണം, അത് ഏറ്റെടുക്കണം. എന്നിട്ട് കരങ്ങൾ കൂപ്പി ഉച്ചത്തിൽ പറഞ്ഞ് ആമേൻ. ഉച്ചത്തിൽ പറഞ്ഞ് ആമേൻ, ആമേൻ, ആമേൻ. ഓൺലൈനിൽ പങ്കെടുക്കുന്നവരാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാവുന്നത്, സാധിക്കുമെങ്കിൽ ബൈബിളൊക്കെ എടുത്ത് നോട്ട് ബുക്കൊക്കെ എടുത്ത് വചനമൊക്കെ എഴുതി പഠിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രുതി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പൊ നമ്മൾ അല്പസമയം നമ്മൾ വചനം പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. അപ്പോൾ ആ വചനത്തിന് നമ്മൾ സ്വീകാര്യത ലഭിക്കാൻ നമ്മൾ നന്നായി ഹൃദയം തുറക്കണം. പറ്റുന്നവർ വചനമൊക്കെ എഴുതിയെടുക്കണം. വചനം പഠിച്ച് പ്രാർത്ഥിക്കും തോറും ഈ അഭിഷേകം നമ്മിൽ വർദ്ധിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ഒരു വചനം എഫേസുസ് ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനമാണ്. സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 10. 2-ാം അധ്യായം 10-ാം തിരുവചനം പലർക്കും കാണാതെ അറിയാവുന്ന വചനമായിരിക്കാം. ഇല്ലെങ്കിൽ ഈ വചനം പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ വചനം പഠിക്കുന്നത് നല്ലതാണ്. കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. കാരണം ഇത് വെറുതെ വായിച്ചു പോകാനുള്ളതല്ല, മറിച്ച് ഈ വചനം പറയുമ്പോൾ ഇത് കർത്താവേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണല്ലോ എന്ന് തിരിച്ചറിയാൻ പറ്റിയ ഒരു വചനമാണ്. എഫേസുസ് ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനം. എൻ്റെ കൂടെ ഇതൊന്ന് ഏറ്റു പറഞ്ഞാലോ? ഒന്ന് ഏറ്റു പറഞ്ഞേ. നാം ദൈവത്തിന്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഒന്നും കൂടെ പറയാം, വലതുകര ഉയർത്തി പറഞ്ഞാലോ? നന്നായിട്ട് പറയണേ. നാം ദൈവത്തിന്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് ഈ വചനം സ്വീകരിച്ച് നല്ല കൈയടി കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് കഥ കേൾക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. പണ്ട് തൊട്ട് കഥകൾ കേൾക്കാൻ ഇഷ്ടം പോലെ താല്പര്യമുള്ളവരാണ്. എന്നാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കഥയല്ല, നടന്ന ഒരു സംഭവമാണ്. നടന്നൊരു സംഭവം, നമ്മുടെ ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം. ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഈ വ്യക്തിക്കൊരു പേരുണ്ട്, ടെലിമാക്കൂസ് എന്നാണ് ഇയാളുടെ പേര്. എന്താണ് പേര്? ടെലിമാക്കൂസ്. ഒന്ന് പറഞ്ഞേ. ടെലിമാക്കൂസ്. അതായത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 3-ാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസിയാണ്. സന്യാസി. ഈ സന്യാസിയുടെ പേരാണ് ടെലിമാക്കൂസ്. എന്താണ് പേര്? ടെലിമാക്കൂസ്. അപ്പം ഈ ടെലിമാക്കൂസ് ക്രിസ്ത്യാനി ആയിരുന്നില്ല. ഇദ്ദേഹം ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ നന്നായി ആസ്വദിച്ച് നടന്ന ഒരാളാണ്. ഇയാൾ ഈ ലോക ജീവിതം മുഴുവൻ ആസ്വദിച്ച് വെട്ടിപ്പിടിച്ച് നല്ല പോലെ ആസ്വദിച്ച് നടന്ന് ഇയാളുടെ ഉള്ളിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ വലിയ ശൂന്യത അനുഭവപ്പെടാൻ തുടങ്ങി. ശൂന്യത. അപ്പം ഇയാളുടെ ഉള്ളിലുള്ള ശൂന്യത ഇയാൾക്ക് മനസ്സിലായി, ഇതെന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ. അങ്ങനെ ഇയാൾ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. വായിച്ച് ഇയാൾ എത്തിയത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ്, ബൈബിളിലാണ്. ബൈബിള് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഉടക്കിയ ഒരു വചനം വിശുദ്ധ പൗലോസ്ലീഹ കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 3. ഏതാ വചനം വായിച്ചേ? ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. കണ്ടോ? അതായത് ടെലിമാക്കൂസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയിൽ വായന കൊണ്ട് എത്തിച്ചേർന്ന ഒരു കാര്യം, ഈ ഭൂമി ജീവിതത്തിൽ ഒരു വലിയ നിധി, എന്താണ്? ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് എന്ന് പറഞ്ഞാൽ യേശുവിലാണെന്ന് തിരിച്ചറിഞ്ഞു. യേശുവിനെ അങ്ങേയറ്റം ഇയാൾ സ്നേഹിക്കാൻ തുടങ്ങി. പിന്നീട് മാമോദീസ സ്വീകരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് ഇയാൾ ഒരു സന്യാസിയായി ഒരാശ്രമത്തിൽ വർഷങ്ങളോളം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പേരെന്താണ്? ടെലിമാക്കൂസ്.
ടെലിമാക്കൂസ്. അപ്പം ഇദ്ദേഹം അങ്ങനെ ആശ്രമത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് കുറേ ശക്തമായ പ്രേരണകൾ കിട്ടും, സ്പിരിച്വൽ ഇൻസ്പിറേഷൻസ്. അപ്പം അതുപോലെ കിട്ടിയ ഒരു വലിയൊരു ബോധ്യമാണ് റോം എന്ന് പറയുന്ന നഗരത്തിലേക്ക് നടക്കുക. റോം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ, ആ രാജ്യത്തിലോട്ട് എങ്ങനെ പോകുമെന്നറിഞ്ഞുകൂടാ. വർഷങ്ങൾക്ക് മുമ്പ് അബ്രാഹത്തിന് കിട്ടിയ ഒരു വിളി പോലെ ഇയാൾക്കൊരു വിളി കിട്ടുകയാണ്, റോമിലേക്ക് പോവുക. ഈ സന്യാസി ആശ്രമം വിട്ട് റോം എന്ന് പറയുന്ന ആ ദേശത്തേക്ക് ഇയാൾ നടക്കാൻ തുടങ്ങി. നാളുകൾ നടന്ന് ജീവിതത്തിൻ്റെ വലിയ ഭാരം, കാരണം എന്തിനാണെന്നറിഞ്ഞുകൂടാ, അവിടെ എന്ത് ചെയ്യാനാണെന്നറിഞ്ഞുകൂടാ, ഇതെല്ലാം ചോദ്യങ്ങളായിട്ടുണ്ടെങ്കിൽ ഇയാൾ കിട്ടിയ പ്രചോദനത്തെ ഒട്ടും നഷ്ടപ്പെടുത്താതെ റോം എന്ന് പറയുന്ന നഗരത്തിലേക്ക് നടന്നു. ഇയാൾ അങ്ങനെ നടന്ന് റോം നഗരത്തിലെത്തിയപ്പോൾ, നാളുകൾ കൊണ്ടാണ് ആ നഗരത്തിലെത്തുന്നത്. റോം നഗരത്തിലെത്തിയപ്പോൾ റോം എന്ന് പറയുന്ന നഗരത്തിൽ ജനങ്ങൾ വളരെ വലിയ ഒരു ഉത്സവ ലഹരിയിലാണ്. റോം ജനത മറ്റൊരു ദേശത്തെ തോൽപ്പിച്ചിട്ട് ഈ ജനത വലിയ ഉത്സാഹത്തിൽ, ഈ ജനത മുഴുവൻ ഒഴുകുന്നത് ഈ റോമിൽ കൊളോസിയം എന്ന് പറയുന്ന ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപക്ഷെ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ കലാപരിപാടികളൊക്കെ നടക്കുമ്പോൾ ഗാലറിയിലൊക്കെ ആളുകൾ ഇരുന്നത് കാണത്തില്ലേ, എന്നതുപോലെ ഒരുക്കപ്പെട്ട സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശം കൊളോസിയം. അപ്പോൾ കൊളോസിയം എന്ന് പറയുന്ന വലിയ ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് മുഴുവൻ ഒരുക്കപ്പെട്ട വലിയ ഒരു ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരുക്കപ്പെട്ട ഒരു പവലിയനാണ്. ഈ പ്രദേശത്തേക്ക് ജനം ഒഴുകുകയാണ്. കാരണം റോം ജനതയെ ഹൊറോണിയസ് എന്ന് പറയുന്ന രാജാവാണ്, അദ്ദേഹം ജനങ്ങൾക്ക് വലിയൊരു വിരുന്നൊരുക്കിയിരിക്കുകയാണ്. ആ വിരുന്നിൻ്റെ ഭാഗമായി ദ്വന്ദ്വ യുദ്ധങ്ങളുണ്ട്, സർക്കസ് കലാപരിപാടികളുണ്ട്. ഇതെല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഈ കൊളോസിയം എന്ന് പറയുന്ന ഈ വലിയൊരു കൂടാരത്തിലാണ്. അതായത് ജനം മുഴുവൻ ഒഴുകിപ്പോകുമ്പോൾ നമ്മുടെ ടെലിമാക്കൂസും ജനക്കൂട്ടത്തിനിടയിലൂടെ ചെന്നു. അങ്ങനെ ചെന്ന് ചേരുന്നത് കൊളോസിയം. കൊളോസിയത്തിൽ നമ്മൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ കണ്ടിട്ടുള്ള ഈ കലാപരിപാടികൾ കാണാൻ ബാൽക്കണിയിൽ ഇരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പിൽ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് കാണാം. അപ്പോൾ ഈ ജനക്കൂട്ടത്തിനിടയിലൂടെ ചെന്ന് പെട്ടത് ഈ സ്ഥലത്താണ്. അങ്ങനെ ചെന്നിരിക്കുമ്പോൾ അവിടെ നടക്കുന്നത് ദ്വന്ദ്വ യുദ്ധമാണ്. അതായത് രണ്ടാളുകൾ മുൻവശത്തോട്ട് കടന്നു വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടത്തും. ഇവർ യുദ്ധം നടത്തുമ്പോൾ രാജാവിനോട് പറയുവാണ്, രാജാവേ, ലോർഡ്, ഇൻ യുവർ നെയിം വി ആർ റെഡി ടു ഡൈ. രാജാവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ചാകാൻ തയ്യാറാണ്. ഇതാണ് ഇവർ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടും. ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെടും. അപ്പോൾ അടുത്ത ആൾ വരും. അപ്പോൾ ഈ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഗാലറിയിലിരിക്കുന്ന ജനം മുഴുവൻ ഇങ്ങനെ കൈയടിക്കും. അതായത് കൊല്ലപ്പെടുന്നത് കണ്ട് അട്ടഹസിക്കുന്ന ജനം. കൊലപാതകം. നമ്മുടെ ടെലിമാക്കൂസ് എന്ന് പറയുന്ന സന്യാസി ഈ ഗാലറിയിലിരുന്ന് ഇത് കണ്ടോണ്ടിരിക്കുക. ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ ഇയാളുടെ ഹൃദയം പിടയ്ക്കാൻ തുടങ്ങി. ഇയാൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ദേ, യേശു നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ വിനോദം നിർത്തുക, നിങ്ങൾ ഈ കൊലപാതകം നിർത്തുക. ആര് ശ്രദ്ധിക്കാൻ? ജനം മുഴുവൻ കയ്യടിയും ആരവങ്ങളും മാത്രം. ഇതിനിടയിൽ ഇയാൾ എന്ത് ചെയ്തെന്നറിയോ? ഗാലറിയിൽ ഇരുന്ന് ഇയാൾ നേരെ നടുക്കളത്തിലോട്ടെത്തി. എന്നിട്ട് രണ്ടുപേരുടെ യുദ്ധം നടക്കുന്നതിനിടയിൽ ഇയാൾ നിന്നിട്ട് പറഞ്ഞു, യേശു നാമത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കുക. ആളുകൾ കൂവാൻ തുടങ്ങി. ഭ്രാന്തനാണെന്ന് പറഞ്ഞ ആളുകൾ കല്ല് വലിച്ചെറിയാൻ തുടങ്ങി. ആളുകൾ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. അപ്പോഴും ഇയാൾ വിളിച്ചു പറഞ്ഞു, യേശു നാമത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ കലാപരിപാടി നിർത്തുക, ഈ ക്രൂരമായ വിനോദം നിർത്തുക. ഇതിനിടയിൽ ആരോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കത്തി ഉപയോഗിച്ച് ഇയാളുടെ വയറിൻ്റെ ഭാഗത്ത് കുത്തി. ഉദരഭാഗം പിളർന്ന് ഇയാൾ ആ കൊളോസിയം എന്ന് പറയുന്ന ആ വലിയ വിനോദ സ്ഥലത്തിൻ്റെ നടുമുറ്റത്ത് ഇയാളിങ്ങനെ പെടഞ്ഞു വീണ് കിടക്കുമ്പോൾ പെട്ടെന്ന് ഇത്രയും നേരം ഇയാൾ പറഞ്ഞുകൊണ്ട് നിന്നിരുന്ന ഒറ്റ കാര്യമുള്ളൂ,
യേശുനാമത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു, ഈ വിനോദം, ക്രൂരമായ വിനോദം, മനുഷ്യനെ കൊല്ലുന്ന വിനോദം നിർത്തുക. ഇയാൾ പെടഞ്ഞു വീണ്, ടെലിമാക്കുസ് എന്ന് പറയുന്ന ഈ സന്യാസി പെടഞ്ഞു വീണ് അവിടെ കിടക്കുമ്പോൾ ഈ ഗാലറി മുഴുവൻ ഈ ശബ്ദം ഇങ്ങനെ തിരമാല പോലെ ആഞ്ഞിടിക്കാൻ തുടങ്ങി. യേശുനാമത്തിൽ ആവശ്യപ്പെടുന്നു, യേശുനാമത്തിൽ ആവശ്യപ്പെടുന്നു, ഈ ക്രൂരത അവസാനിപ്പിക്കുക, ഈ ക്രൂരത അവസാനിപ്പിക്കുക. പ്രിയരെ, ചരിത്രം ഇങ്ങനെയാണ്. ഈ സ്വരം കേൾക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ ശാന്തരായി, ഓരോരുത്തരായി കൊളോസിയത്തിൻ്റെ ഗാലറി വിട്ടുപോയി. അന്ന് രാത്രിയിൽ ആ ദേശത്തിൻ്റെ രാജാവ്, ഹെരോണിയസ് രാജാവ്, ഒരു കാര്യം പ്രഖ്യാപനം നടത്തി. ഇനി മുതൽ ഈ ദേശത്ത് മനുഷ്യനെ കൊല്ലുന്ന ദ്വന്ദ്വ യുദ്ധങ്ങൾ പാടില്ല. കൊളോസിയം എന്ന് പറയുന്ന ആ വിനോദ സ്ഥലത്ത് ഇനി മേലിൽ ഒരു മനുഷ്യൻ്റെയും രക്തം വീഴാൻ പാടില്ല. അന്ന് മുതലാണ് റോം ജനതയിൽ അനുഗ്രഹം വന്ന് വീണതെന്ന് ചരിത്രം പറയുന്നു. കൊളോസിയം ഇന്നും ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ട് അവിടെ നിലനിൽക്കുന്നൊരു സ്ഥലമാണ്. ആ ദേശത്തൊക്കെ സന്ദർശിക്കാൻ സമയം കിട്ടിക്കഴിഞ്ഞാൽ കൊളോസിയം ഒരു സന്ദർശന സ്ഥലം തന്നെയാണ്. പൗരാണികത നിലനിൽക്കുന്ന കൊളോസിയത്തിൻ്റെ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓർക്കേണ്ട ഒരു പേരുണ്ട്. എന്താണെന്നറിയാവോ? ടെലിമാക്കൂസ്. ടെലിമാക്കൂസ്. എൻ്റെ ചോദ്യം, ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, ഈ ടെലിമാക്കൂസ് ഏഷ്യ മാനറിൽ ജീവിച്ച് ഏതോ ജീവിത പശ്ചാത്തലത്തിലൂടെ പോയ മനുഷ്യൻ എന്തിനാണ് റോം എന്ന് പറയുന്ന ദേശത്തേക്ക് എത്തിയത്? റോമിൽ വേറെ ക്രിസ്ത്യാനികൾ ഇല്ലാഞ്ഞിട്ടാണോ ഇയാളെ റോമിൽ കർത്താവ് കൊണ്ടുവന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവപ്രചോദനങ്ങളെ മറുചോദ്യം കൊണ്ട് കീഴ്പ്പെടുത്താതെ അനുസരിച്ച ഈ ടെലിമാക്കൂസിലൂടെയാണ് ഒരു ദേശം അനുഗ്രഹിക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഇന്നത്തെ ദിവസം കൃത്യമായി ഒരു വചനഭാഗം മനസ്സിൽ ഉറപ്പിച്ചോ. എഫേസോസ് ലേഖനം 2:10. ഏതാ വചനം? നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ടെലിമാക്കൂസ് എന്ന് പറയുന്ന ദൈവമകൻ ദൈവത്തോട് സംശയം ചോദിച്ച് ബഹളം കൂട്ടിയില്ല. എന്തുകൊണ്ട് ഇങ്ങനെ, ഞാൻ എന്തിനു പോണം ചോദിച്ചില്ല, ബഹളം കൂട്ടിയില്ല. മറിച്ച് ദൈവപ്രചോദനങ്ങളെ അതുപടി അനുസരിച്ചു. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ഒരുക്കിയ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചോളൂ, ഇത് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചുമല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ് നീയും ഞാനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, ഞാൻ ആരാണ്? നീ ആരാണ്? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ച, നീ ആരാണ്? എന്ത് പറഞ്ഞു? നീ ആരാണ്? ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുമോ? ഒരു പിടുത്തം കിട്ടുന്നില്ല അച്ഛാ. എന്നാ ജീവിതം? ഇതെന്നാ ജീവിതം? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അച്ഛാ. ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ജീവിതം വല്ലാണ്ട് ഇങ്ങനെ വിഷമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ല. വിശുദ്ധ ഗ്രന്ഥം നിന്നോട് പറയുന്നു, നീ ദൈവത്തിൻ്റെ കരവേലയാണ്. ഒന്ന് പറഞ്ഞേ, ആ വാക്ക് പറഞ്ഞേ. കരവേല. ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. കരവേല പറഞ്ഞേ. ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. ഗോഡ്സ് വർക്ക്മാൻഷിപ്പ്. ഗോഡ്സ് വർക്ക്മാൻഷിപ്പ്. കരവേല. കരവേല പറഞ്ഞ ആ വാക്ക് പറഞ്ഞേ. കരവേല എന്ന് പറഞ്ഞാൽ എന്താ? കൈകൾ കൊണ്ട് മെനഞ്ഞെടുത്തത് അല്ലേ? കൈകൾ കൊണ്ട് മെനഞ്ഞെടുത്തത്. അതിനെ ഗ്രീക്ക് ഭാഷയിൽ അതിനെ പൊയ്മ എന്ന് വിളിക്കും. അതൊരു ഗ്രീക്ക് ഭാഷ. ഈ വാക്ക് ഉത്ഭവിച്ചത് അവിടുന്നാണ്. ഈ പോയം എന്നൊക്കെ പറയും. പോയം, കവിത, പോയം, അതൊക്കെ രൂപപ്പെട്ടത് ഈ വാക്കിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ കരവേല. വെറും സൃഷ്ടി എന്നല്ല, വെറും സൃഷ്ടിയല്ല, മറിച്ച് സംതിങ് സ്പെഷ്യൽ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചോളൂ. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരവേലയാണ്. പറഞ്ഞേ ആമേൻ, ആമേൻ. ദൈവം നമ്മളെ കൃത്യമായി സൃഷ്ടിച്ചിരിക്കുകയാണ്.
ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കും, എന്നതാച്ച ഈ പറയണേ, എൻ്റെ ജീവിതം ഒരു അബദ്ധമാണ്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവാം. അല്ല, എൻ്റെ വീട്ടുകാരെന്നെ പ്രതീക്ഷിച്ചില്ല. ചിലപ്പോൾ വീട്ടിൽ തന്നെ അങ്ങനെ ചിലപ്പോൾ ചില ഡയലോഗുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓ, നിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, നീ അബദ്ധത്തിൽ ജനിച്ചതാണ്. അന്ന് മുതൽ ഈ വ്യക്തിയുടെ ഉള്ളിലോട്ട് എന്ത് കയറും? ഞാനൊരു അബദ്ധമാണ്, ഞാനൊരു പരാജയമാണ്, എൻ്റെ ജീവിതം ഒരു തോൽവിയാണ്. നമ്മുടെ തലയ്ക്കകത്തോട്ട് ആ ചിന്ത കയറും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നു, നീ ഒരു അബദ്ധമല്ല, പരാജയമല്ല, നീ ദൈവത്തിൻ്റെ കരവേലയാണ്. നമുക്ക് മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയം. ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുകയാണ്. എഫേസസ് ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനം കേട്ടല്ലോ. ഇവിടെ ഈ നിൽക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഈ വചനം അങ്ങോട്ട് ഏറ്റെടുത്തോണം. യെസ്, ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്, ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. ഞാൻ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. യെസ്, ദിസ് വേർഡ് ഓഫ് ഗോഡ് ഈസ് ഫോർ മീ. എനിക്ക് വേണ്ടിയാണ് കർത്താവ് ഈ വചനം തന്നത്, എനിക്ക് വേണ്ടി. ആമേൻ. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്കും ഈ വചനം കടന്നു ചെല്ലട്ടെ. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ ഈ വചനം കടന്നു ചെല്ലട്ടെ. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്ക് വചനം കടന്നു ചെല്ലട്ടെ. ഈ വചനത്തിന് അത്ഭുത ശക്തിയാൽ കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം.